ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ. പിന്നെ പെരുന്നാൾ ഒരുക്കങ്ങളൊക്കെ എന്തായി? ഡ്രസ്സൊക്കെ എടുത്തോ? സാധനങ്ങളെല്ലാം വാങ്ങിച്ചോ എല്ലാവരും? പിന്നെ ചിക്കനും ബീഫും മട്ടനും ഒക്കെ എല്ലാവരും വാങ്ങിച്ചോ? നമ്മളിവിടെ ചിക്കനാണ് വാങ്ങുന്നത്. ബീഫ് എനിക്ക് കഴിച്ചുകൂടാത്തത് കൊണ്ട് ചിക്കനാണ് കൂടുതലും വാങ്ങുന്നത്. പിന്നെ കടയിലൊന്ന് പോകണം, മുകളിലത്തെ കടയിലൊന്ന് പോകണം. അങ്ങനെ കോഴിക്ക് തവിടെല്ലാം തീർന്നു പോയി. മോൾ വാങ്ങിക്കൊണ്ട് വന്നതെല്ലാം തീർന്നു, തീറ്റ മാത്രമേ ഉള്ളൂ. അങ്ങനെ കടയിലൊന്നും പോകാനും പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ മീൻ വന്ന് അങ്ങനെ മീൻ വാങ്ങിച്ച്, ഞാൻ ദിവസം വാങ്ങിക്കുന്ന മാവാടയിൽ തന്നെയാണ് വാങ്ങിച്ചത്. കൊയ്യാളയാണ് കൊണ്ടുവന്നത്. കൊള്ളത്തില്ല, മൊത്തവും കുടിച്ച് ഇമ്പിരിയായി കിടക്കുന്ന, കണ്ണൊക്കെ ചുമമായിരിക്കുന്നു. പിന്നെ ദത്തന് മീൻ കൊടുക്കാനുള്ളത് കൊണ്ട് ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിച്ച് 2-3 ദിവസത്തേക്ക് അവന് മീൻ കൊണ്ട് വരത്തില്ലെന്ന് പറഞ്ഞു. 2-3 ദിവസം അവന് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ അവൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പൊക്കളയുമെങ്കിലാ. അങ്ങനെ തവിടും പാലും പച്ചമുളകും തക്കാളിയും ചെറിയ ഉള്ളിയും മാഗിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് ഇവിടെ കട അടുത്ത് 2-3 കടകളുണ്ട്. അപ്പോൾ അവിടെ ഉസ്മായുടെ കടയിൽ നിന്ന് പോയി വാങ്ങിക്കുന്നത്. രാവിലെ കടയിലോട്ട് പോയി. തക്കാളിയും പച്ചമുളകും ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ പെരുന്നാളായിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടു ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട. ചെറിയൊരു വീഡിയോ ആണ് എന്നിട്ടിരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നതേ ഉള്ളൂ, സബ്സ്ക്രൈബ് ആരും ചെയ്യുന്നില്ല. വ്യൂസ് കുറവാണ്. നിങ്ങളെല്ലാം കാണാൻ ശ്രമിക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളാരും കാണുന്നില്ലെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കണം. മോന് നോമ്പായതുകൊണ്ട് ഉച്ചയ്ക്കൊന്നും വേണ്ട. ഇപ്പം ചോറ് വയ്ക്കണം. ചോറും വെച്ച് ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്, അതുപോലെ ഇരിപ്പുണ്ട് ഇന്നലത്തെ മീൻകറി. ഞാൻ കൂട്ടിയില്ല. ഞാൻ ഉണ്ടമുളകും ചോറും തൈരും കൂടെയാണ് ഞാൻ വെള്ളം കണക്കാണ് കോരി കുടിക്കുന്നത്. ആഹാരം ഇതുവരെ റെഡിയായി വന്നില്ല, കഴിക്കാൻ തോന്നുന്നില്ല. എനിക്കറിയില്ല എന്താണെന്ന്. രാവിലെ മാഗി വാങ്ങിക്കൊണ്ട് വന്നു. മാഗി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് കുറച്ചെടുത്ത് ഉണ്ടാക്കി നോക്കാം. പ്രാവശ്യത്തെ പെരുന്നാളിനും ഹസ്ബൻഡ് ഇല്ലായിരുന്നു. കഴിഞ്ഞതിൻ്റെ പെരുന്നാളിന് നോമ്പിലും ഉണ്ടായിരുന്നു. അപ്പോൾ 2 പെരുന്നാളിനും ഇല്ല. അതിൻ്റെ വിഷമമുണ്ട്. പിന്നെ മോള് പ്രാവശ്യമില്ല. എല്ലാ പെരുന്നാളിലും ഉള്ളതാണ്. ഇപ്രാവശ്യം മോളില്ല. അപ്പോൾ പോയതല്ലേ ഉള്ളു, വരാൻ പറ്റത്തില്ല. അതിൻ്റെ നല്ല പ്രയാസമുണ്ട് അവളില്ലാത്തതുകൊണ്ട്. പോയി വന്നാൽ അവർ പണിഷ്മെൻറ്റ് കൊടുക്കും. പിന്നെ അതിനെയും കെട്ടി വരാത്തതിൽ നല്ല. ഇപ്പോൾ പോയിട്ട് 2-3 ദിവസമല്ലേ ആയോളൂ. അവൾക്കും നല്ല വിഷമമുണ്ട്, പെരുന്നാളായിട്ട് വരാൻ പറ്റാത്തതുകൊണ്ടുള്ള വിഷമം. ഇപ്പോൾ വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ വന്നതിന്, എന്നിട്ടും റെസ്റ്റ് എടുക്കാനൊന്നും പറ്റിയില്ല. അവൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഹോസ്പിറ്റലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമില്ലായിരുന്നു. 2 ദിവസം പോലും നമുക്ക് നേരെ നിൽക്കാനോ നമുക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നിനും എനിക്ക് പറ്റിയില്ല. അതിൻ്റെയൊക്കെ നല്ല പ്രയാസമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി വരപ്പെല്ലാം ചെയ്ത് കൊടുക്കാം. നമ്മൾ മുൻകൂട്ടി കാണുന്നതൊന്നുമല്ലല്ലോ ഓരോന്നും നമ്മളെ തേടി വരുന്നത്. എല്ലാം പടച്ചവൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ലേ.
ഒന്നും കൂടെ ചൂടാക്കി വയ്ക്കാം. പിന്നെ അതിൽ നിന്ന് 2 കൊഴിയാളെ ഞാൻ എടുത്ത് വൃത്തിയാക്കി എടുത്ത് അരപ്പുരട്ട് പൊരിക്കാമെന്ന് പറഞ്ഞു എടുത്ത്. നോമ്പായതുകൊണ്ട് അവൻ കഴിക്കുമോ എന്താ അറിയാൻ വയ്യ. എന്തായാലും വൈകിട്ടൊക്കെ എടുക്കാം. വൈകിട്ട് കാപ്പി ഉണ്ടാക്കണം. പിന്നെ ഇതുവരെ ചിക്കനൊന്നും വാങ്ങിക്കൊണ്ട് വന്നില്ല. കടയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തേ വാങ്ങിച്ചുകൊണ്ട് വരത്തുള്ളൂ. ഇപ്പം തിരക്കുള്ള സമയമായിരിക്കും കടയിൽ. വരുന്ന സമയമാകുമ്പോൾ ഇറങ്ങുന്ന സമയത്ത് വാങ്ങിക്കൊണ്ട് വരും. നിസ്കരിക്കാൻ ഇറങ്ങുമ്പോൾ വാങ്ങിക്കൊണ്ട് വരും. 2 മണിക്ക് വീടിനകം തുടയ്ക്കാൻ എടുത്തതാണ്. എനിക്ക് ഭയങ്കര തളർച്ചയും ഭയങ്കര തലവേദനയും എന്താണെന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു. ശരീരം തിളച്ചിരുന്നു. അങ്ങനെ ചെന്ന് ഹാളിലെ കതക് പോലും അടയ്ക്കാതെ ചെന്ന് അവിടെ റൂമിൽ ചെന്ന് കിടന്നത് മാത്രം അറിയാം. എഴുന്നേറ്റ് വന്ന് നോക്കി ഫോണും എടുത്തില്ലായിരുന്നു, ചാർജിലായിരുന്നു. ഫോണെടുത്ത് നോക്കിയപ്പോൾ സമയം നോക്കിയപ്പം 5 മണിയായി. പിന്നേന്ന് എഴുന്നേറ്റ് 5 മണിക്കാണ് തുടയ്ക്കാൻ പിന്നെ എടുത്തത്. അഴുക്കൊന്നുമില്ല, എന്നാലും പെരുന്നാളല്ലേ ഒന്നും കൂടെ അങ്ങ് തുടച്ചേക്കാമെന്ന് വെച്ച് മിനിയാന്ന് ഞാൻ തുടച്ചതാണ്. മോൾ പോയപ്പോഴും എല്ലായിടവും മുകളിലും എല്ലാം
ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട. നാളത്തെ വീഡിയോ കാണുമ്പോഴേയും അസ്സലാമു അലൈക്കും.